ദ ലോർഡ്. വെൽക്കം ടു ലേൺ ദ ബൈബിൾ. ഇന്നത്തെ ബൈബിൾ ക്യൂസ് ലേവ്യ പുസ്തകം 21 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം. തലമുടി വടിക്കുകയും താടിയുടെ അറ്റം കത്രിക്കുകയും ശരീരത്തിൽ മുറിവ് ഉണ്ടാക്കുകയും ചെയ്യാൻ പാടില്ലാത്തത് ആര്? ഉത്തരം: അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ. 21 അധ്യായം 1-5 വാക്യങ്ങൾ. ചോദ്യം 2. ആരാണ് തങ്ങളുടെ ദൈവത്തിൻ്റെ ഭോജനമായ യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിക്കുന്നവർ? ഉത്തരം: അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ. 21 അധ്യായം 1-6 വാക്യങ്ങൾ. ചോദ്യം 3. തൻ്റെ ദൈവത്തിന് വിശുദ്ധനാകുന്നവൻ ആര്? ഉത്തരം: പുരോഹിതൻ. 21 അധ്യായം 7 വാക്യം. ചോദ്യം 4. പുരോഹിതൻ്റെ മകൾ ദുർനടപ്പ് ചെയ്ത് തന്നെത്താൻ അശുദ്ധയാക്കിയാൽ അവളെ എന്തു ചെയ്യണം? ഉത്തരം: തീയിലിട്ട് ചുട്ടുകളയണം. 21 അധ്യായം 9 വാക്യം. ചോദ്യം 5. അഭിഷേകതൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായ മഹാപുരോഹിതൻ എന്ത് ചെയ്യരുത്? ഉത്തരം: തൻ്റെ തലമുടി പിച്ച് പറിക്കുകയും വസ്ത്രം കീറുകയും അരുത്. 21 അധ്യായം 10 വാക്യം. ചോദ്യം 6. സ്വജനത്തിലുള്ള കന്യകയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. ആര്? ഉത്തരം: മഹാപുരോഹിതൻ. 21 അധ്യായം 10-14 വാക്യങ്ങൾ. ചോദ്യം 7. ദൈവത്തിൻ്റെ ഭോജനം അർപ്പിക്കുവാൻ ഒരിക്കലും അടുത്തു വരാൻ പാടില്ലാത്തത് ആര്? ഉത്തരം: അഹരോന്റെ സന്തതിയിൽ അംഗഹീനനായവൻ. 21 അധ്യായം 17-21 വാക്യങ്ങൾ. ചോദ്യം 8. ദൈവത്തിൻ്റെ ഭോജനം അർപ്പിക്കുവാൻ പാടില്ല എങ്കിലും അഹരോന്റെ പുത്രന്മാരിൽ അംഗഹീനനായവന് എന്തൊക്കെ ഭക്ഷിക്കാം? ഉത്തരം: ദൈവത്തിൻ്റെ ഭോജനമായ അതിപരിശുദ്ധമായവയും വിശുദ്ധമായവയും ഭക്ഷിക്കാം. 21 അധ്യായം 21-22 വാക്യങ്ങൾ. ചോദ്യം 9. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളെ സംബന്ധിച്ച് സൂക്ഷിച്ചു നിൽക്കേണ്ടത് ആരൊക്കെ? ഉത്തരം: അഹരോനും അവൻ്റെ പുത്രന്മാരും. 22 അധ്യായം 2 വാക്യം. ചോദ്യം 10. അഹരോന്റെ സന്തതിയിൽ ആരെങ്കിലും കുഷ്ഠരോഗിയോ ശുക്ലസ്രവക്കാരനോ ആയാൽ അവൻ ശുദ്ധനായി തീരും വരെ എന്ത് ചെയ്യരുത്? ഉത്തരം: വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത്. 22 അധ്യായം 4 വാക്യം. ചോദ്യം 11. എന്ത് തിന്നിട്ട് ഒരുവൻ തന്നെത്താൻ അശുദ്ധനാക്കരുത്? ഉത്തരം: താനെ ചത്തതിനെയും പറിച്ചുകീറിപ്പോയതിനെയും തിന്നിട്ട്. 22 അധ്യായം 8 വാക്യം. ചോദ്യം 12. വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കുവാൻ പാടില്ലാത്തത് ആർക്ക്? ഉത്തരം: യാതൊരു അന്യനും. 22 അധ്യായം 10 വാക്യം. ചോദ്യം 13. പുരോഹിതൻ ഒരുത്തനെ വിലയ്ക്ക് വാങ്ങിയാൽ അവന് എന്തു ഭക്ഷിക്കാം? ഉത്തരം: വിശുദ്ധ സാധനം. 22 അധ്യായം 11 വാക്യം. ചോദ്യം 14. ഒരുത്തൻ അബദ്ധവശാൽ വിശുദ്ധ സാധനം ഭക്ഷിച്ചു പോയാൽ അവൻ അതിൽ എത്ര കൂട്ടി പുരോഹിതന് കൊടുക്കണം? ഉത്തരം: 5-ൽ 1/5 കൂട്ടി. 22 അധ്യായം 14 വാക്യം. ചോദ്യം 15. അവയവങ്ങളിൽ ഏതെങ്കിലും നീളം കൂടിയോ കുറഞ്ഞോ ഇരിക്കുന്ന കാളയെയും കുഞ്ഞാടിനെയും എന്തായി അർപ്പിക്കാം? ഉത്തരം: സ്വമേധാദാനമായി. 22 അധ്യായം 23 വാക്യം. ചോദ്യം 16. ഒരു കാളയോ ചെമ്മറിയാടോ കോലാടോ പിറന്നാൽ എത്ര ദിവസം തള്ളയുടെ അടുക്കൽ ഇരിക്കണം? ഉത്തരം: 7 ദിവസം. 22 അധ്യായം 27 വാക്യം. ചോദ്യം 17.
ഒരു കാളയോ ചെമ്മറിയാടോ കോലാടോ പിറന്നാൽ അത് യഹോവയ്ക്ക് ദഹനയാഗമായി പ്രസാദമാകുന്നത് ഏത് ദിവസമാണ്? ഉത്തരം, 8-ാം ദിവസം. 22-ാം അധ്യായം 27-ാം വാക്യം. ചോദ്യം 18. യഹോവയുടെ പെസഹ എന്നാണ്? ഉത്തരം, 1-ാം മാസം 14-ാം തീയതി. 23-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 19. 1-ാം മാസം 15-ാം തീയതി ഏത് പെരുന്നാളാണ്? ഉത്തരം, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. 23-ാം അധ്യായം 6-ാം വാക്യം. ചോദ്യം 20. ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്ത് എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ ആരുടെ അടുക്കൽ കൊണ്ടുവരേണം? ഉത്തരം, പുരോഹിതൻ്റെ അടുക്കൽ. 23-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 21. കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതൻ നീരാജനം ചെയ്യേണ്ടത് എപ്പോഴാണ്? ഉത്തരം, ശബ്ബത്തിന്റെ പിറ്റന്നാൾ. 23-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 22. കറ്റ നീരാജനം ചെയ്യുന്ന ദിവസം ഹോമയാഗമായി അർപ്പിക്കേണ്ട മൃഗം ഏതാണ്? ഉത്തരം, ഊനമില്ലാത്ത ഒരു ആണാട്ടിൻകുട്ടി. 23-ാം അധ്യായം 12-ാം വാക്യം. ചോദ്യം 23. കറ്റ നീരാജനം ചെയ്യുന്ന ദിവസം ഭോജനയാഗമായി അർപ്പിക്കേണ്ടത് എന്താണ്? ഉത്തരം, എണ്ണ ചേർത്ത 2 ഇടങ്ങഴി നേരിയ മാവ്. 23-ാം അധ്യായം 13-ാം വാക്യം. ചോദ്യം 24. കറ്റ നീരാജനം ചെയ്യുന്ന നാളിൽ 1 നാഴി വീഞ്ഞ് എന്തായി അർപ്പിക്കണം? ഉത്തരം, പാനീയയാഗമായി. 23-ാം അധ്യായം 13-ാം വാക്യം. ചോദ്യം 25. ഇസ്രായേൽ ജനം വഴിപാട് കൊണ്ടുവരുന്ന ദിവസം വരെ എന്തൊക്കെ തിന്നരുത്? ഉത്തരം, അപ്പവും മലരും കതിരും തിന്നരുത്. 23-ാം അധ്യായം 14-ാം വാക്യം. ചോദ്യം 26. 7-ാമത്തെ ശബ്ബത്തിന്റെ പിറ്റന്നാൾ വരെ എത്ര ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം? ഉത്തരം, 50 ദിവസം എണ്ണി. 23-ാം അധ്യായം 16-ാം വാക്യം. ചോദ്യം 27. നീരാജനത്തിനായി ഇസ്രായേൽ ജനം കൊണ്ടുവരുന്ന 2 അപ്പം എങ്ങനെയുള്ളതായിരിക്കണം? ഉത്തരം, നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ച് ചുട്ടതും ആയിരിക്കണം. 23-ാം അധ്യായം 17-ാം വാക്യം. ചോദ്യം 28. കാഹളധ്വനിയുടെ ജ്ഞാപകവും വിശുദ്ധ സഭായോഗവുമുള്ള സ്വസ്ഥതാ ദിവസമായിരിക്കേണ്ടത് എന്നാണ്? ഉത്തരം, 7-ാം മാസം 1-ാം തീയതി. 23-ാം അധ്യായം 24-ാം വാക്യം. ചോദ്യം 29. 7-ാം മാസം 10-ാം തീയതി ഏത് ദിവസമാണ്? ഉത്തരം, പാപപരിഹാര ദിവസം. 23-ാം അധ്യായം 27-ാം വാക്യം. ചോദ്യം 30. പാപപരിഹാര ദിവസത്തിൽ ആത്മതപനം ചെയ്യാത്ത ഏവനെയും എന്തു ചെയ്യണം? ഉത്തരം, ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. 23-ാം അധ്യായം 29-ാം വാക്യം. ചോദ്യം 31. 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം യഹോവയ്ക്ക് ആചരിക്കേണ്ട പെരുന്നാൾ ഏതു പെരുന്നാളാണ്? ഉത്തരം, കൂടാര പെരുന്നാൾ. 23-ാം അധ്യായം 34-ാം വാക്യം. ചോദ്യം 32. 7-ാം മാസം 15-ാം തീയതി യഹോവയ്ക്ക് 7 ദിവസം ഉത്സവം ആചരിക്കേണ്ടത് എന്തിനു ശേഷമാണ്? ഉത്തരം, ഭൂമിയുടെ ഫലം ശേഖരിച്ച ശേഷം. 23-ാം അധ്യായം 39-ാം വാക്യം. ചോദ്യം 33. വിശുദ്ധ സ്വസ്ഥതാ ദിവസങ്ങൾ ഏതൊക്കെ? ഉത്തരം, 1-ാം ദിവസവും 8-ാം ദിവസവും. 23-ാം അധ്യായം 39-ാം വാക്യം. ചോദ്യം 34.
ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും ഈത്തപ്പനയുടെ കുരുത്തോലയും തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റലരിയും എടുത്തുകൊണ്ട് ഇസ്രായേൽ ജനം യഹോവയുടെ സന്നിധിയിൽ എത്ര ദിവസം സന്തോഷിക്കണം? ഉത്തരം 7 ദിവസം. 23-ാം അധ്യായം 40-ാം വാക്യം. ചോദ്യം 35. ഇസ്രായേൽ ജനം സംവത്സരം തോറും 7 ദിവസം കൂടാരങ്ങളിൽ പാർക്കണം എന്ന് യഹോവ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഉത്തരം, ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു എന്ന് അവരുടെ സന്തതികൾ അറിയുവാനായി. 23-ാം അധ്യായം 42-ഉം 43-ഉം വാക്യങ്ങൾ. ചോദ്യം 36. ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ കൊണ്ടുവരേണ്ടത് എന്താണ്? ഉത്തരം, ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. 24-ാം അധ്യായം 2-ാം വാക്യം. ചോദ്യം 37. നിലവിളക്ക് കത്തിക്കൊണ്ടിരിക്കേണ്ടത് എവിടെ? ഉത്തരം, സാക്ഷ്യത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പുറത്ത് വൈകുന്നേരം മുതൽ രാവിലെ വരെ. 24-ാം അധ്യായം 3-ാം വാക്യം. ചോദ്യം 38. നിത്യവും യഹോവയുടെ സന്നിധിയിൽ തങ്ക നിലവിളക്കിന്മേൽ ദീപങ്ങൾ ഒരുക്കി വയ്ക്കേണ്ടത് ആര്? ഉത്തരം, അഹരോൻ. 24-ാം അധ്യായം 4-ാം വാക്യം. ചോദ്യം 39. അഹരോൻ നേരിയ മാവെടുത്ത് 2 ഇടങ്ങഴി മാവ് കൊണ്ട് ഓരോ ദോശ വീതം എത്ര ദോശയാണ് ചുടേണ്ടത്? ഉത്തരം, 12 ദോശ. 24-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 40. അഹരോൻ ഉണ്ടാക്കിയ ദോശയിലെ ഓരോ അടുക്കിൽ 6 ദോശ വീതം 2 അടുക്കായിട്ട് വയ്ക്കേണ്ടത് എവിടെയാണ്? ഉത്തരം, തങ്കമേശമേൽ. 24-ാം അധ്യായം 6-ാം വാക്യം. ചോദ്യം 41. അപ്പത്തിന്മേൽ നിവേദ്യമായി യഹോവയ്ക്ക് ദഹനയാഗമായി ഇരിക്കേണ്ടത് എന്താണ്? ഉത്തരം, കുന്തുരിക്കം. 24-ാം അധ്യായം 7-ാം വാക്യം. ചോദ്യം 42. പാളയത്തിൽ വച്ച് ശണ്ഠയിട്ടത് ആരൊക്കെ? ഉത്തരം, ഒരു ഇസ്രായേല്യ സ്ത്രീയുടെയും ഒരു മിസ്രൈമ്യൻ്റെയും മകനും ഒരു ഇസ്രായേല്യനും തമ്മിൽ. 24-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 43. ശണ്ഠയിട്ട മകൻ്റെ അമ്മയായ ഇസ്രായേല്യ സ്ത്രീയുടെ പേര് എന്ത്? അവൾ ആരുടെ മകളാണ്? ഏതു ഗോത്രക്കാരിയാണ്? ഉത്തരം, ഷെലോമീത്ത്. ദിബ്രി എന്നയാളുടെ മകൾ ദാൻ ഗോത്രക്കാരി. 24-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 44. ശപിച്ചവനെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യണം? ഉത്തരം, കല്ലെറിഞ്ഞു കൊല്ലേണം. 24-ാം അധ്യായം 14-ാം വാക്യം. ചോദ്യം 45. യഹോവയുടെ നാമം ദുഷിക്കുന്നവനുള്ള ശിക്ഷ എന്ത്? ഉത്തരം, മരണശിക്ഷ. 24-ാം അധ്യായം 16-ാം വാക്യം. ചോദ്യം 46. ഇസ്രായേൽ ജനം മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിച്ച് അനുഭവം എടുക്കേണ്ടത് എത്ര സംവത്സരമാണ്? ഉത്തരം, 6 സംവത്സരം. 25-ാം അധ്യായം 3-ാം വാക്യം. ചോദ്യം 47. 7-ാം സംവത്സരമായ ശബത്താണ്ടിൽ ഇസ്രായേൽ ജനത്തിന് ആഹാരമായിരിക്കുന്നത് എന്താണ്? ഉത്തരം, താനെ വിളയുന്നതും ഒക്കെയും. 25-ാം അധ്യായം 6-ാം വാക്യം. ചോദ്യം 48. 7 ശബത്താണ്ട് എന്ന് വച്ചാൽ എത്ര സംവത്സരമാണ്? ഉത്തരം, 49 സംവത്സരം. 25-ാം അധ്യായം 8-ാം വാക്യം. ചോദ്യം 49. പാപപരിഹാര ദിവസമായ 7-ാം മാസം 10-ാം തീയതി ഇസ്രായേൽ ജനം എന്ത് ചെയ്യണം? ഉത്തരം, ദേശത്ത് എല്ലായിടവും കാഹളം ധ്വനിപ്പിക്കണം. 25-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 50. ദേശത്തെ എല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കേണ്ടത് ഏത് സംവത്സരത്തിലാണ്? ഉത്തരം, 50-ാം സംവത്സരത്തിൽ. 25-ാം അധ്യായം 10-ാം വാക്യം.
ചോദ്യം 51. 50-ാം സംവത്സരം ജനത്തിന് ഏത് സംവത്സരം ആയിരിക്കണം? ഉത്തരം യോബേൽ സംവത്സരം. 25-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 52. യോബേൽ സംവത്സരത്തിലെ അനുഭവം ഇസ്രായേൽ ജനം എടുത്തു തിന്നേണ്ടത് എവിടെ നിന്നുമാണ്? ഉത്തരം വയലിൽ നിന്നും. 25-ാം അധ്യായം 12-ാം വാക്യം. ചോദ്യം 53. കൂട്ടുകാരന് എന്തെങ്കിലും വിൽക്കുകയോ കൂട്ടുകാരനോട് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്താൽ തമ്മിൽ എന്ത് ചെയ്യരുത്? ഉത്തരം അന്യായം ചെയ്യരുത്. 25-ാം അധ്യായം 14-ാം വാക്യം. ചോദ്യം 54. വിൽക്കുന്നതിൻ്റെ വില കണക്കിടേണ്ടത് എങ്ങനെയാണ്? ഉത്തരം അനുഭവത്തിൻ്റെ കാലസംഖ്യയ്ക്ക് ഒത്തവണ്ണം. 25-ാം അധ്യായം 16-ാം വാക്യം. ചോദ്യം 55. യഹോവയുടെ അനുഗ്രഹത്താൽ 3 സംവത്സരത്തേക്കുള്ള അനുഭവം ചേർന്ന് ലഭിക്കുന്നത് ഏത് സംവത്സരത്തിലാണ്? ഉത്തരം 6-ാം സംവത്സരത്തിൽ. 25-ാം അധ്യായം 21-ാം വാക്യം. ചോദ്യം 56. 6-ാം സംവത്സരത്തിൽ ലഭിച്ച അനുഭവം കൊണ്ട് ഇസ്രായേൽ ജനം ഏത് സംവത്സരം വരെ ഉപജീവിക്കണം? ഉത്തരം 9-ാം സംവത്സരം വരെ. 25-ാം അധ്യായം 22-ാം വാക്യം. ചോദ്യം 57. ഒരുത്തൻ്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് അവൻ്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അത് വീണ്ടുകൊള്ളേണ്ടത് ആര്? ഉത്തരം സഹോദരൻ്റെ അടുത്ത ചാർച്ചക്കാരൻ. 25-ാം അധ്യായം 25-ാം വാക്യം. ചോദ്യം 58. വിറ്റ അവകാശം വീണ്ടുകൊള്ളുവാൻ വിറ്റവന് പ്രാപ്തിയില്ല എങ്കിൽ ആ അവകാശം വാങ്ങിയവൻ്റെ കയ്യിൽ ഇരിക്കേണ്ടത് ഏത് സംവത്സരം വരെയാണ്? ഉത്തരം യോബേൽ സംവത്സരം വരെ. 25-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 59. ഒരുത്തൻ മതിലുള്ള പട്ടണത്തിലെ ഒരു വീട് വിറ്റാൽ വിറ്റ ശേഷം അവനത് വീണ്ടുകൊള്ളുവാനുള്ള അവധി എത്രയാണ്? ഉത്തരം 1 സംവത്സരത്തെ അവധി. 25-ാം അധ്യായം 29-ാം വാക്യം. ചോദ്യം 60. മതിലുള്ള പട്ടണത്തിലെ വീട് വിറ്റവൻ 1 സംവത്സരത്തിനകം വീണ്ടും കൊണ്ടില്ലെങ്കിൽ അത് തലമുറയായി എന്നും സ്ഥിരമായി ഇരിക്കേണ്ടത് ആർക്ക്? ഉത്തരം വാങ്ങിയവന്. 25-ാം അധ്യായം 30-ാം വാക്യം. ചോദ്യം 61. എന്തിനെയാണ് ദേശത്തുള്ള നിലത്തിന് സമമായി വിചാരിക്കേണ്ടത്? ഉത്തരം മതിലില്ലാത്ത ഗ്രാമങ്ങളിലെ വീടുകളെ. 25-ാം അധ്യായം 31-ാം വാക്യം. ചോദ്യം 62. ലേവ്യരുടെ പട്ടണങ്ങളും അവരുടെ പട്ടണങ്ങളിലെ വീടുകളും എപ്പോൾ വേണമെങ്കിലും വീണ്ടുകൊള്ളാം എന്നുള്ളത് ആർക്കാണ്? ഉത്തരം ലേവ്യർക്ക്. 25-ാം അധ്യായം 32-ാം വാക്യം. ചോദ്യം 63. ലേവ്യരുടെ പട്ടണങ്ങളും അവരുടെ അവകാശമായ വീടുകളും വിറ്റുപോയത് ഒരുത്തൻ വീണ്ടുകൊള്ളുന്നു എങ്കിൽ അവനത് ഒഴിഞ്ഞു കൊടുക്കേണ്ടത് എപ്പോഴാണ്? ഉത്തരം യോബേൽ സംവത്സരത്തിൽ. 25-ാം അധ്യായം 33-ാം വാക്യം. ചോദ്യം 64. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ലേവ്യർക്കുള്ള അവകാശം ഏത്? ഉത്തരം ലേവ്യരുടെ പട്ടണങ്ങളിലെ വീടുകൾ. 25-ാം അധ്യായം 33-ാം വാക്യം. ചോദ്യം 65. ലേവ്യർക്ക് ശാശ്വത അവകാശമാകയാൽ വിൽക്കാൻ പാടില്ലാത്തത് എന്താണ്? ഉത്തരം ലേവ്യരുടെ പട്ടണങ്ങളോട് ചേർന്നിരിക്കുന്ന പുൽപ്പുറമായ ഭൂമി. 25-ാം അധ്യായം 34-ാം വാക്യം. ചോദ്യം 66. ദരിദ്രനായി തീർന്ന് ഒരുത്തൻ്റെ അടുക്കൽ അന്യനും പരദേശിയുമായി പാർക്കുന്ന സഹോദരൻ്റെ കയ്യിൽ നിന്നും അവൻ എന്തു വാങ്ങരുത്? ഉത്തരം പലിശയും ലാഭവും വാങ്ങരുത്. 25-ാം അധ്യായം 35-36 വാക്യങ്ങൾ. ചോദ്യം 67. ഒരുത്തൻ്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്നെത്താൻ തൻ്റെ സഹോദരന് വിറ്റാൽ അവൻ്റെ സഹോദരൻ അവനെ കൊണ്ട് എന്ത് ചെയ്യിക്കരുത്?
ഉത്തരം അടിമവേല. 25-ാം അധ്യായം 39-ാം വാക്യം. ചോദ്യം 68. തന്നെത്താൻ തൻ്റെ സഹോദരന് വിറ്റവൻ അവൻ്റെ അടുക്കൽ യോബേൽ സംവത്സരം വരെ സേവിക്കേണ്ടത് എങ്ങനെയാണ്? ഉത്തരം കൂലിക്കാരൻ എന്ന പോലെയും വന്നു പാർക്കുന്നവൻ എന്ന പോലെയും. 25-ാം അധ്യായം 40-ാം വാക്യം. ചോദ്യം 69. യോബേൽ സംവത്സരത്തിൽ തൻ്റെ പിതാക്കന്മാരുടെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകാം എന്നുള്ളത് ആർക്ക്? ഉത്തരം തന്നെത്താൻ തൻ്റെ സഹോദരന് വിറ്റവന്. 25-ാം അധ്യായം 39 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 70. യഹോവ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന തൻ്റെ ദാസന്മാരെ എന്തു ചെയ്യരുത്? ഉത്തരം അടിമകളായി വിൽക്കരുത്, അവരോട് കാഠിന്യം പ്രവർത്തിക്കരുത്. 25-ാം അധ്യായം 42-ഉം 43-ഉം വാക്യങ്ങൾ. ചോദ്യം 71. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വന്നു പാർക്കുന്ന അന്യജാതിക്കാരുടെ മക്കളിൽ നിന്നും അവകാശമായി കൊള്ളപ്പെട്ടവർ ഇസ്രായേല്യർക്ക് എന്നും എങ്ങനെയുള്ളവർ ആയിരിക്കണം? ഉത്തരം അടിമകൾ ആയിരിക്കണം. 25-ാം അധ്യായം 45-ഉം 46-ഉം വാക്യങ്ങൾ. ചോദ്യം 72. ആരുടെ വിലയാണ് സംവത്സര സംഖ്യയ്ക്ക് ഒത്തവണ്ണം ആയിരിക്കേണ്ടത്? ഉത്തരം തന്നെത്താൻ അന്യനോ പരദേശിക്കോ അന്യൻ്റെ സന്തതിക്കോ വിറ്റവൻ്റെ വീണ്ടെടുപ്പ് വില. 25-ാം അധ്യായം 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 73. ആണ്ടോടാണ്ട് കൂലിക്കാരൻ എന്ന പോലെ ഇരിക്കേണ്ടവൻ ആര്? ഉത്തരം തന്നെത്താൻ അന്യനോ പരദേശിക്കോ അന്യൻ്റെ സന്തതിക്കോ വിറ്റവൻ. 25-ാം അധ്യായം 53-ാം വാക്യം. ചോദ്യം 74. യഹോവയുടെ ചട്ടം ആചരിച്ച് കൽപ്പന പ്രമാണിച്ച് അനുസരിച്ച് നടന്നാൽ തക്ക സമയത്ത് യഹോവ തരുന്നത് എന്ത്? ഉത്തരം മഴ. 26-ാം അധ്യായം 3-ഉം 4-ഉം വാക്യങ്ങൾ. ചോദ്യം 75. 5 പേർ 100 പേരെയും 100 പേർ 10,000 പേരെയും ഓടിക്കും. ആര് ആരെ? ഉത്തരം ഇസ്രായേൽ ജനം അവരുടെ ശത്രുക്കളെ. 26-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങൾ. ചോദ്യം 76. യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതിരുന്നാൽ ഇസ്രായേൽ ജനത്തിന്മേൽ യഹോവ വരുത്തും എന്ന് പറഞ്ഞത് എന്തൊക്കെയാണ്? ഉത്തരം ഭീതി, ക്ഷയരോഗം, ജ്വരം. 26-ാം അധ്യായം 16-ാം വാക്യം. ചോദ്യം 77. ആകാശത്തെ ഇരുമ്പ് പോലെയും ഭൂമിയെ ചെമ്പ് പോലെയും ആക്കും. ആരുടെ? ഉത്തരം യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാത്ത ഇസ്രായേല്യരുടെ. 26-ാം അധ്യായം 19-ാം വാക്യം. ചോദ്യം 78. യഹോവയുടെ വാക്ക് കേൾക്കാതിരിക്കുന്ന ജനത്തെ മക്കളില്ലാത്തവരാക്കുകയും അവരുടെ കന്നുകാലികളെ നശിപ്പിക്കുകയും ചെയ്യുന്നത് എന്താണ്? ഉത്തരം യഹോവ അയക്കുന്ന കാട്ടുമൃഗങ്ങൾ. 26-ാം അധ്യായം 21-ഉം 22-ഉം വാക്യങ്ങൾ. ചോദ്യം 79. ആരുടെ അപ്പമെന്ന കോലാണ് യഹോവ ഒടിച്ചിരിക്കുന്നത്? ഉത്തരം യഹോവയുടെ വാക്ക് കേൾക്കാത്ത ഇസ്രായേൽ ജനത്തിൻ്റെ. 26-ാം അധ്യായം 21-ഉം 26-ഉം വാക്യങ്ങൾ. ചോദ്യം 80. തങ്ങളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം തിന്നുന്നവർ ആര്? ഉത്തരം യഹോവയുടെ വാക്ക് കേൾക്കാതെ യഹോവയ്ക്ക് വിരോധമായി നടക്കുന്ന ഇസ്രായേല്യർ. 26-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 81. ഇല പറക്കുന്ന ശബ്ദം കേട്ടിട്ട് ഓടുന്നവർ ആര്? ഉത്തരം ശേഷിച്ചിരിക്കുന്ന ഇസ്രായേല്യർ. 26-ാം അധ്യായം 36-ാം വാക്യം. ചോദ്യം 82. ഇസ്രായേൽ ജനം തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുമ്പോൾ യഹോവ ഓർക്കുന്നത് ആരോടൊക്കെ ചെയ്ത നിയമങ്ങളാണ്? ഉത്തരം യാക്കോബിനോടും ഇസഹാക്കിനോടും അബ്രഹാമിനോടും.
26-ാം അധ്യായം 41 42 വാക്യങ്ങൾ. ചോദ്യം 83. ഇസ്രായേൽ ജനം ശത്രുക്കളുടെ ദേശത്ത് ഇരിക്കുമ്പോൾ അവരെ നിർമൂലമാക്കുവാനും അവരോടുള്ള നിയമം ലംഘിപ്പാനും തക്കവണ്ണം യഹോവ അവരെ എന്തു ചെയ്യുകയില്ല? ഉത്തരം: ഉപേക്ഷിക്കയില്ല, വെറുക്കയുമില്ല. 26-ാം അധ്യായം 44-ാം വാക്യം. ചോദ്യം 84. ആരെങ്കിലും യഹോവയ്ക്ക് ഒരു നേർച്ച നിവർത്തിക്കുമ്പോൾ അവൻ ആരുടെ മതിപ്പ് പോലെ യഹോവയ്ക്കുള്ളവനാകേണം? ഉത്തരം: മോശയുടെ മതിപ്പ് പോലെ. 27-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ചോദ്യം 85. 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആണിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നേർച്ച നിവർത്തിപ്പാനായി മതിപ്പ് എത്ര ശേക്കൽ വെള്ളി ആയിരിക്കണം? ഉത്തരം: 50 ശേക്കൽ വെള്ളി. 27-ാം അധ്യായം 2-ാം വാക്യം. ചോദ്യം 86. 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള പെണ്ണായിരുന്നാൽ നേർച്ച നിവർത്തിക്കാനായി മതിപ്പ് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം എത്ര ശേക്കൽ ആയിരിക്കണം? ഉത്തരം: 30 ശേക്കൽ. 27-ാം അധ്യായം 4-ാം വാക്യം. ചോദ്യം 87. നേർച്ച നിവർത്തിക്കാനായി 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള ആണിൻ്റെയും പെണ്ണിൻ്റെയും മതിപ്പ് എത്ര ശേക്കൽ ആയിരിക്കണം? ഉത്തരം: ആണിന് 5 ശേക്കൽ വെള്ളി, പെണ്ണിന് 3 ശേക്കൽ വെള്ളി. 27-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 88. 60 വയസ്സ് മുതൽ മേലോട്ടെങ്കിൽ നേർച്ച നിവർത്തിക്കായിട്ടുള്ള മതിപ്പ് ആണിനും പെണ്ണിനും എത്ര ശേക്കൽ വീതമായിരിക്കണം? ഉത്തരം: ആണിന് 15 ശേക്കൽ, പെണ്ണിന് 10 ശേക്കൽ. 27-ാം അധ്യായം 7-ാം വാക്യം. ചോദ്യം 89. മോശയുടെ മതിപ്പ് പോലെ കൊടുപ്പാൻ കഴിയാതെ വണ്ണം ഒരുത്തൻ ദരിദ്രനായിരുന്നാൽ നേർന്നവൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണം അവനെ മതിക്കേണ്ടത് ആരാണ്? ഉത്തരം: പുരോഹിതൻ. 27-ാം അധ്യായം 8-ാം വാക്യം. ചോദ്യം 90. ഒരുത്തൻ തൻ്റെ വീട് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കേണ്ടതിന് വിശുദ്ധീകരിച്ചിട്ട് അവനത് വീണ്ടെടുക്കുന്നുവെങ്കിൽ പുരോഹിതൻ മതിച്ച വിലയോട് എത്ര കൂടെ കൂട്ടിക്കൊടുത്താൽ അത് അവനുള്ളതാകും? ഉത്തരം: 1/5 കൂടെ കൂട്ടിക്കൊടുത്താൽ. 27-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ചോദ്യം 91. ഒരുത്തൻ തൻ്റെ അവകാശ നിലത്തിൽ ഏതാനും യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചാൽ അതിൻ്റെ മതിപ്പ് എന്തിനു ഒത്തവണ്ണമായിരിക്കണം? ഉത്തരം: അതിൻ്റെ വിത്തുപാടിന് ഒത്തവണ്ണം. 27-ാം അധ്യായം 16-ാം വാക്യം. ചോദ്യം 92. 50 ശേക്കൽ വെള്ളി മതിക്കേണ്ടത് ഏത് നിലത്തിനാണ്? ഉത്തരം: 1 ഹോമർ യവം വിതയ്ക്കുന്ന നിലത്തിന്. 27-ാം അധ്യായം 16-ാം വാക്യം. ചോദ്യം 93. ഒരുത്തൻ തൻ്റെ നിലം വിശുദ്ധീകരിച്ചിട്ട് വീണ്ടെടുക്കാതെ മറ്റൊരുത്തന് വിറ്റാൽ ആ നിലം യോബേൽ സംവത്സരത്തിൽ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അത് യഹോവയ്ക്ക് എന്തുപോലെ വിശുദ്ധമായിരിക്കണം? ഉത്തരം: ശപഥാർപ്പിത ഭൂമി പോലെ. 27-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ചോദ്യം 94. ശപഥാർപ്പിത ഭൂമി പോലെ ആയിരിക്കുന്ന നിലത്തിൻ്റെ അനുഭവം ഇരിക്കേണ്ടത് ആർക്ക്? ഉത്തരം: പുരോഹിതന്. 27-ാം അധ്യായം 21-ാം വാക്യം. ചോദ്യം 95. സ്വയാർജിതമായുള്ള ഒരു നിലം ഒരുത്തൻ യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചാൽ പുരോഹിതൻ അതിൻ്റെ മതിപ്പ് കണക്കിടേണ്ടത് ഏതുവരെയാണ്? ഉത്തരം: യോബേൽ സംവത്സരം വരെ. 27-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ചോദ്യം 96. നിലത്തിൻ്റെ മതിപ്പൊക്കെയും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ശേക്കലിന് എത്ര ഗേര വച്ച് ആയിരിക്കണം? ഉത്തരം: 20 ഗേര വച്ച്. 27-ാം അധ്യായം 25-ാം വാക്യം. ചോദ്യം 97.
ഒരുത്തൻ തനിക്കുള്ള ആൾ, മൃഗം, അവകാശനിലം മുതലായി യഹോവയ്ക്ക് ശപഥാർപ്പിതമായി കൊടുക്കുന്നത് ഒക്കെയും എന്ത് ചെയ്യരുത്? വിൽക്കുകയോ വീണ്ടെടുക്കുകയോ ചെയ്യരുത്. 27-ാം അധ്യായം 28-ാം വാക്യം. ചോദ്യം 98. മനുഷ്യവർഗത്തിൽ നിന്ന് ശപഥാർപ്പിതമായി കൊടുക്കുന്ന ആരെയും എന്തു ചെയ്യണം? ഉത്തരം: വീണ്ടെടുക്കാതെ കൊന്നുകളയണം. 27-ാം അധ്യായം 29-ാം വാക്യം. ചോദ്യം 99. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും ആർക്കുള്ളതാകുന്നു? ഉത്തരം: യഹോവയ്ക്കുള്ളത്. 27-ാം അധ്യായം 30-ാം വാക്യം. ചോദ്യം 100. ആരെങ്കിലും തൻ്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നു എങ്കിൽ അതിനോട് എത്ര കൂടി ചേർത്ത് കൊടുക്കണം? ഉത്തരം: 1/5 കൂടെ. 27-ാം അധ്യായം 31-ാം വാക്യം.